ഇപ്പോൾ വോട്ടർമാരെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്താണ് പ്രതീക്ഷ? ശുഭപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഇവിടെ മുണ്ടക്കൈൻ്റെ ഒരു സ്പെഷ്യൽ പോളിംഗ് ബൂത്തിലാണ് ഞങ്ങളിപ്പം സന്ദർശനത്തിന് വന്നിട്ടുള്ളത്. മറ്റ് എല്ലാ ബൂത്തുകളും നോക്കുന്ന സമയത്ത് സാധാരണയുള്ളൊരു പോളിംഗ് ഇത്തവണ ഇല്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് 20-25% പോളിംഗ് ചെയ്ത് തീർക്കേണ്ടതാണ്. ഒരു ബൈ ഇലക്ഷൻ ആയതുകൊണ്ടും പ്രത്യേകിച്ച് ഒരു ദുരന്ത മേഖലയിലുള്ള ആളുകൾ പല ഭാഗത്തു നിന്നും പ്രത്യേക വാഹനം ഏർപ്പാട് ചെയ്തുകൊണ്ടൊക്കെയാണ് ഈ ഭാഗത്തേക്ക് ആളുകൾ വരുന്നത്. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രചാരണ സമയത്ത് പരമാവധി വോട്ടർമാരിലേക്ക് എത്താൻ സാധിച്ചിരുന്നോ? തീർച്ചയായിട്ടും 7 മണ്ഡലങ്ങളാണ് ഉള്ളതെങ്കിലും വളരെ ടൈം ലിമിറ്റ് കുറവായിരുന്നു. പക്ഷെ ഉള്ള സമയം കൊണ്ട് നമ്മൾ പരമാവധി മേഖലകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ദുരന്തബാധിതരെ മുണ്ടക്കൈക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ബൂത്താണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ദുരന്തം ബാധിച്ച മനുഷ്യരൊക്കെ വോട്ട് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ല എന്നുള്ളത് തന്നെ മനസ്സിലാക്കുന്നത്. അവിടെ പോളിംഗ് കുറവാണ്. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നങ്ങളും ആ ഭാഗത്തു നിന്ന് ആർക്കും വരാൻ സാധിക്കില്ല. പല ഭാഗത്തു നിന്നും വേണം ആളുകൾ ഇവിടേക്ക് എത്തിപ്പെടാൻ. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ആളുകൾക്കുണ്ട്. ഒന്നാമത് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഇലക്ഷനെ ഫേസ് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലല്ല ഇപ്പോൾ ആരും ഉള്ളത്. ഈ തെരഞ്ഞെടുപ്പ് ദിവസമാണ് ഇ.പി. ജയരാജൻ്റെ ആത്മകഥ, അതിലെ പരാമർശങ്ങൾ പുറത്തു വരുന്നത്. എന്താണ് അതിനെപ്പറ്റിയുള്ള പ്രതികരണം? അതിനെക്കുറിച്ച് ഇപ്പം ഞങ്ങളൊന്നും പ്രതികരിക്കുന്നില്ല. ഇന്നിപ്പോൾ ഇലക്ഷൻ്റെ ചൂടിൽ തന്നെയാണ് കാര്യങ്ങൾ. ഓരോ സമയത്ത് അവനവൻ്റെ പാർട്ടിയിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ അവരുടേതായിട്ടുള്ള പ്രതികരണങ്ങൾ ഇപ്പം അൻവറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അതാണ്. അതിലേക്കൊന്നും ഞാൻ ഈ ഒരു ഇലക്ഷൻ്റെ ചൂടിൽ ഇ.പി. ജയരാജൻ വാദം തള്ളിയിട്ടുണ്ട്. അത് താൻ എഴുതിയല്ല എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ മീഡിയ അറ്റൻഷൻ സീക്കിംഗ് ആയിരിക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകൾ ഫീൽഡ് ഔട്ട് ആവുന്നത് കാണുന്ന സമയത്ത് സ്വന്തം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഹാക്കിങ്സ് ഉണ്ടാവാറുണ്ട്. അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആക്ച്വൽ ടെക്നിക്കാലിറ്റി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ പറ്റും. വയനാട്ടിൽ അത് പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടോ LDF-നെതിരായി? ഇല്ല, LDF-നെതിരായിട്ട് അങ്ങനെ ഒരു ഫാക്ട് കൊണ്ടുവരണമെന്നില്ല. ഇപ്പം മൊത്തത്തിലുള്ള ജനവികാരം LDF-നെതിരായിട്ട് തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ദുരന്ത മേഖലയിൽ വിതരണം ചെയ്തിട്ടുള്ള പുഴുവരിക്കുന്ന ആഹാരം കൊടുത്തിട്ടുള്ള കാര്യങ്ങളടക്കം പൊതുവെ കുറച്ച് കാലങ്ങളായിട്ട് LDF-നെതിരെ ആളുകൾ മുഖം തിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയുണ്ട്. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ചൊരു പരാമർശം കൊണ്ടുവന്ന് വികാരം കൂട്ടേണ്ട ഒരു സാഹചര്യം ഇല്ല. NDA എന്തായാലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കും, വിജയത്തിലേക്ക് എത്തുന്ന ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും.